സ്വാഗതം. പ്രധാന വാർത്തകൾ. 10 രൂപ ടിക്കറ്റ് യാത്ര നിർത്തും. ആർക്കും ദോഷമുള്ള പണി മന്ത്രിമാരും ചെയ്യാൻ പാടില്ല. മന്ത്രി കെ ബി ഗണേഷ് കുമാർ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ്. കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് അവധി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം. എക്സാലോജിക് ലാവ്ലിൻ കേസ് പോലെ ഫ്രീസറിലേക്ക്. കെ സുധാകരൻ. വാർത്തകൾ വിശദമായി. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ ഉന്നമിട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഒളിയമ്പ്. ആർക്കും ദോഷമുള്ള പണി മന്ത്രിമാരും ചെയ്യാൻ പാടില്ല എന്നും താൻ അങ്ങനെ ചെയ്യില്ല എന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. 10 രൂപ ടിക്കറ്റ് യാത്ര തുടരില്ല. ആളു കയറാൻ വേണ്ടി നടപ്പാക്കിയെന്നാണ് MD പറഞ്ഞത്. എന്നാൽ വന്ദേ ഭാരതിൽ ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടാണോ ആളുകൾ കയറുന്നതെന്നും ഗണേഷ് കുമാർ ചോദിച്ചു. KSRTCയിലെ ചിലവ് കുറയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അഴിമതി ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്നലെ മന്ത്രി പറഞ്ഞിരുന്നു. KSRTC യൂണിയനുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ ബി ഗണേഷ് കുമാർ. കാണിക്കയിടുന്ന പണം സ്വന്തം പോക്കറ്റിൽ നിന്നാകണം. വെല്ലവരുടെയും തേങ്ങയെടുത്ത് ഗണപതിക്ക് ഉടച്ചിട്ട് എന്നെ രക്ഷിക്കണേ എന്നു പറയുന്നത് പോലെയാണെന്നും മന്ത്രി പറഞ്ഞു. ഡീസൽ വണ്ടികൾ പൂർണ്ണമായും നിർത്താനാകില്ല. ഊഹകണക്കുകൾ പറ്റില്ല. സർക്കാരിന്റെ പണം പോകുന്ന ഒരു കാര്യവും താൻ ചെയ്യില്ല എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. KSRTCയിൽ നടപ്പാക്കുന്ന പുതിയ പദ്ധതികളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും മന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. യൂണിയനുകളുമായി പ്രത്യേക ചർച്ച നടന്നുവെന്നും സ്റ്റോക്ക്, അക്കൗണ്ട്, പർച്ചേസ് എന്നിവയ്ക്കായി പുതിയ സോഫ്റ്റ്വെയർ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. KSRTC അഡ്മിനിസ്ട്രേഷൻ കമ്പ്യൂട്ടറൈസ് ചെയ്യും. സിസ്റ്റം ഇല്ലാത്ത KSRTCയിൽ പുതിയൊരു സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് അവധി ഈ മാസം 22-നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മാസം 22-ന് ഉച്ചവരെയായിരിക്കും അവധി ഉണ്ടായിരിക്കുക. ഉച്ചയ്ക്ക് 2:30 വരെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും ഉച്ചവരെ അടച്ചിടുമെന്ന് പ്രഖ്യാപിച്ചത്. ജീവനക്കാർക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് അവധി. അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ജനുവരി 22-ന് രാജ്യത്തെ എല്ലാ കോടതികൾക്കും അവധി നൽകണമെന്നാവശ്യപ്പെട്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിരുന്നു. അയോധ്യയിലെ ചടങ്ങുകളിലും മറ്റിടങ്ങളിലും നടക്കുന്ന അനുബന്ധ ചടങ്ങുകളിലും പങ്കെടുക്കുന്നതിലേക്ക് അവധി നൽകണമെന്നാണ് ആവശ്യം. രാജ്യത്തുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ചടങ്ങ് വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്ന് BCI ചെയർപേഴ്സൺ മനൻ കുമാർ മിശ്ര കത്തിൽ പറയുന്നു. BJP-CPIM ബന്ധത്തിന്റെ ആഴവും കോൺഗ്രസ് വിരോധത്തിന്റെ ഉച്ചാവസ്ഥയും വെളിപ്പെടുത്തുന്നതാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി ഡസൻ കണക്കിന് BJP പ്രവർത്തകരെ കൊന്നൊടുക്കിയ ചരിത്രമുള്ള CPM-നോടും അതിൽ പങ്കാളിയായ പിണറായി വിജയനോടും കാട്ടിയ പ്രതിപത്തി അമ്പരപ്പിക്കുന്നതാണ്. മുഖ്യമന്ത്രി അപ്രതീക്ഷിതമായി എത്തി പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ പിണറായിയുടെ മുഖത്ത് ഭയഭക്തി ബഹുമാനങ്ങൾ ഓളം വെട്ടി. മോദി പിണറായിയെ ചേർത്തു പിടിച്ചത് ഏറ്റവും വിശ്വസ്തനോടെ എന്ന പോലെയാണ്. അനധികൃത എക്സാലോജിക് ഇടപാടും അതിന്റെ പ്രത്യാഘാതങ്ങളും പിണറായിയെ ഓടിയെത്താനും താണുവണങ്ങാനും പ്രേരിപ്പിച്ചു. തുടർന്ന് എക്സാലോജിക് പണമിടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ ED-യെയും CBI-യെയും നിയോഗിക്കുന്നതിനു പകരം ROC-യുടെ റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് വിട്ട് പിണറായിയെ സംരക്ഷിച്ചു. ROC-യുടെ വെബ്സൈറ്റിൽ നിന്ന് എക്സാലോജിക്കിനെതിരായ റിപ്പോർട്ട് പോലും നീക്കം ചെയ്തു.